കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഓൺ സ്റ്റാർ ജാം. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ആരാന്ന് ആലോചിക്കുന്നുണ്ടാവും. ഹായ്, ഞാനാണ് സനുഷ, സ്റ്റാർ ജാമിൽ ഷാന്റെ കൂടെ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. സോ ടെൽ മീ, എന്താണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാവുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. നല്ല അഭിപ്രായമാണോ? സിനിമയിൽ നല്ല അഭിപ്രായം തന്നെ. സക്രിയയില് എന്താ പറയാ 18 ഇയർ ആയിട്ടുള്ള ഒരു ഗർഭിണിയായ പെൺകുട്ടിയുടെ കഥാപാത്രമാണ്. അല്ല, ഗർഭിണിയായ പെൺകുട്ടിയുടെ കഥാപാത്രമാണ്. ഇപ്പൊ ശരിക്കും എത്ര പ്രായമായി? 19. സക്രിയ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാവുന്ന പെൺകുട്ടി. ഇത്തരം ഒരു രീതികളോട് എന്താണ് അഭിപ്രായം? ഞാൻ അതിനെ നന്നായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ എല്ലാവരും ഒപ്പോസ് ചെയ്യില്ലേ, അത് റോങ് അല്ലേ? ഈ കുട്ടി ചെയ്ത റൈറ്റ് എന്താണ്? പിന്നെ ഈ കുട്ടിയുടെ ഉത്തരവാദി ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് എന്റെ കഥയിലുള്ള ഒരു ട്വിസ്റ്റ്, ഒരു സസ്പെൻസ്. And Sanusha, tell me, now you are an actress, now you are a heroine, and what are you? Where are you? How are you? ഇപ്പൊ എവിടെ എത്തി? എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെയും എത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഐ എം ഫൈൻ, ഐ എം ഹാപ്പി. ഞാൻ ഉള്ള ഒരു രീതിയിൽ വെച്ച് ഐ എം ഹാപ്പി. And what are you? ശരിക്കും സനുഷ എന്താണ്? ഞാൻ എന്താണ്? ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയണോ? ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു പാവം സാധാരണ പെൺകുട്ടി. സനുഷയുടെ എന്റെ ക്വസ്റ്റ്യൻ, ഒരു ഗൈനോക്കോളജിസ്റ്റിനെ നേരിട്ട് കണ്ടാൽ, ഒരു സക്രിയെ നേരിട്ട് കണ്ടാൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? ഞാനെന്തിനാ ഇപ്പോഴും ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നത്? ഇല്ല, ടൈം ആകുമ്പോ ഞാൻ പോയി കാണാം. ടൈം ആയി. ഫസ്റ്റ് സോങ് പ്ലേ ചെയ്യാനായിട്ട് സ്റ്റാർ ജാമിൽ ഇന്ന് സനുഷ with us on Club FM. കണക്കിന് ഫൺ. ഹായ്, ഞാനാണ് സനുഷ, സ്റ്റാർ ജാമിൽ ഷാന്റെ കൂടെ. It's AK47. Are you ready? Yep. Here we go. സനുഷയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പോകണം. ആദ്യം നമ്മള് പേര് സനുഷ സന്തോഷ്. സനുഷ പേരിന്റെ അർത്ഥം? അച്ഛൻ്റെ അമ്മയുടെയും പേര് കട്ടെടുത്തതാണ്. അച്ഛന്റെ പേര് സന്തോഷ്, അമ്മയുടെ പേര് ഉഷ. സോ അതിൽ രണ്ട് പേരിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്റെ പേര്. സ്വന്തം പേരിനൊരു അർത്ഥം കൽപ്പിക്കും. ബ്യൂട്ടിഫുൾ. Your political statement. ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക. That's it. ജനങ്ങൾ ആൻഡ് നാടിന് വേണ്ടി നല്ലത് ചെയ്യുക. അത് ഏത് പാർട്ടി ആയാലും വി ഷുഡ് സപ്പോർട്ട്. സനുഷ നാളെ ഒരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ ജനങ്ങൾക്ക് ചെയ്യുന്ന ആദ്യത്തെ കാര്യം ജനങ്ങൾക്ക് വേണ്ടി റോഡ് നന്നാക്കും. ഇപ്പത്തെ രീതിയിൽ യുവർ ആറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെന്റ്. സ്വന്തം ടീഷർട്ടിൽ, കറുത്ത ടീഷർട്ടിൽ ഒരു വെളുത്ത പേന തരാണെങ്കിൽ എന്തെഴുതും? If you don't like me, just get lost. എങ്ങനെ? അതന്നെ. ഒന്നുകൂടി പറയൂ. If you don't like me, just get lost. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഗ്രേറ്റ്. I don't care a damn. അത്രയ്ക്ക് ബോൾഡ് ആണോ സനുഷ? എന്നെ ഒരാൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗെറ്റ് ലോസ്റ്റ്, അങ്ങനെയാണോ ആറ്റിറ്റ്യൂഡ്? സി, നമ്മളിപ്പോ ഒരാള് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് എപ്പോഴും നഷ്ടങ്ങളും വിഷമങ്ങളും മാത്രമേ ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എല്ലാവരുടെ അടുത്തും അത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ സൊസൈറ്റിയിൽ കുറെ തല്ലുകൊള്ളാനുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. If you don't like me, just get lost. തല്ലുകൊള്ളേണ്ട ആൾക്കാർ എത്തരം ആൾക്കാരാ? പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ പേരുണ്ട്. ആൻഡ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നു ഞാനൊരു സംഭവമാണ്, പക്ഷെ അത് വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. എന്റെ കൂടെ ഉണ്ട് ദിസ് ഇസ് അനുഷ ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. Well, സനുഷ സ്വയം മാർക്ക് ഇടുക. ഔട്ട് ഓഫ് 10 റേറ്റ് യുവർ സെൽഫ്. ഞാൻ 10 സ്റ്റാർ തരാം. എത്ര സ്റ്റാർ വെച്ച് റേറ്റ് ചെയ്ത് നോക്കാം? യുവർ ബ്യൂട്ടി. കുഴപ്പമില്ലാത്തൊരു ബ്യൂട്ടി ഇല്ല എനിക്ക്. എത്ര സ്റ്റാർ കൊടുക്കണം? ഒരു 6. യുവർ സെക്സ് അപ്പീൽ. നാട്ടുകാരെ എണ്ണിട്ട് അടിക്കും. എന്താ ഇല്ലേ? പോട്ടെ, 7 കൊടുക്കാം. 7. ഓക്കെ. ഒരു പയ്യൻ മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനുള്ള 10 സെൻസ് 10 ചെയ്തിട്ടുണ്ട്. എങ്ങനെ റിയാക്ട് ചെയ്യാം? സോറി, കണ്ണൂർ ഭാഷ വന്നു. എന്താ കണ്ണൂർ ഭാഷയിൽ എങ്ങനെയാണ്? മൊത്തിക്കടിക്കും. യുവർ ഫാഷൻ സെൻസ്. ഞാൻ അങ്ങനെ ഒരു ഫാഷൻ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല. 6 മതി. സിനിമ സെലക്ട് ചെയ്യാനുള്ള കഴിവ് സക്രിയ മുതലുള്ള ഒരു കാര്യമാണെങ്കിൽ ഐ വുഡ് ഗിവ് 8.5. 0.5 ഒക്കെ ഇട്ടിരിക്കുന്നു. ഒരു ലെവൽ മെച്ചോർഡ് ആയി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഒരു പടി മുകളിൽ എന്റെ വേ ഓഫ് തിങ്കിങ്, ഒരു എന്താ പറയാ, ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ മാറി. എനിക്ക് ബുദ്ധി വന്നു. നന്നായിട്ട്. സനുഷ ആസ് എ ഗേൾ
എത്ര കൊടുക്കും ഔട്ട് ഓഫ് 10? 9.5. യു ആർ എ പെർഫെക്റ്റ് വുമൺ, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഐ എം നോട്ട് പെർഫെക്റ്റ്. ആരും പെർഫെക്റ്റ് അല്ല. വെൽ, കണ്ണൂരുകാരി പെൺകുട്ടികളുടെ ഒരു ഗുണം എന്താ? ചട്ടമ്പിത്തരം കൂടും, കുറച്ചുകൂടെ പാവങ്ങളായിരിക്കും. ചട്ടമ്പിത്തരം കൂടും, കുറച്ചൊരു പാവം. അതെ, രണ്ടും ഉണ്ടാവും. ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. തല്ലുകൊള്ളിത്തരം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. കണ്ണൂരുകാരി പെൺകുട്ടികളുടെ ഒരു ഡിസഡ്വാൻറ്റേജ്? എന്നിലുള്ള കുഴപ്പം, ഐ ട്രസ്റ്റ് എവ്രി വൺ. യു ട്രസ്റ്റ് എവ്രി വൺ. ഇപ്പോ ഷാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഷാൻ നല്ലതാണ് എന്നെടുത്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു പോകും. ഹലോ, സത്യം പറയണം, സനുഷ ആരെയും ചതിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചതി ഏത് രീതിയിലാ? ഒരു പ്രണയ വഞ്ചന. ചതി, കൊടും ചതി. സംവാട്ട്. സോ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ നടിമാർ ഉത്തരം മുട്ടുമ്പോഴാണ് ചിരിക്കാറുള്ളത്. ട്രൂ ഓർ ഫാൾസ്? ആണ്. വെൽ, എന്റെ കൂടെ ഉണ്ട് ആക്ട്രസ് സനുഷ ഓൺ സ്റ്റാർ ജാം. ടൺ. കണക്കിന് ഫൺ. ഒരു റീസൺ പറയണം ഇതിനെ കുറിച്ചൊക്കെ. ഓക്കെ, 1 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ആൻഡ് ആക്ട്രസ് സനുഷ is here with me on Club FM Star Jam. Are you ready? Yep. Star Jam with RJ Sean. ഒരു തല്ലിപ്പൊളി ഫീച്ചർ ഓഫ് മൈ ഫേസ്. മൂക്ക്. മൈ മൂക്ക്? എന്റെ മൂക്കിന് കുറച്ച് വളവുണ്ട്. മലയാളികളുടെ ഒരു മോശം സ്വഭാവം. They accept gossips. ശരിക്കും ഉള്ളതാണോ അല്ലയോ എന്ന് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യും. കണ്ണൂരുകാരുടെ ഒരു നല്ല ഗുണം, നന്നായിട്ട് പ്രതികരിക്കും, നന്നായിട്ട് പെരുമാറാൻ അറിയാം. എന്തിനോട് പ്രതികരിക്കും? എന്തിനോടും പ്രതികരിക്കും. മോശമായാലും നല്ലതായാലും നല്ല രീതിയിലും മോശം രീതിയിലും പെരുമാറാൻ അറിയാം. ന്യൂസ് പേപ്പറിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, മാട്രിമോണി. Why? അതായത് മാട്രിമോണി കണ്ടിട്ട് കല്യാണം കഴിച്ചിട്ട് അയ്യേ പ്രേമിച്ചിട്ടൊക്കെ കെട്ടണം. ലേഡി വാമനനായാൽ ചവിട്ടി താഴ്ത്തേണ്ട ഒരു വിഭാഗം, പെണ്ണ് എന്ന വർഗത്തെ ഉപദ്രവിക്കുന്ന എല്ലാവരും. ഗർഭിണികളെ കുറിച്ച് ഞാൻ പഠിച്ച ഒരു കാര്യം, 2 മനസ്സ് ഒരു ശരീരം. എന്താ പറയാ, വെരി സ്വീറ്റസ്റ്റ്. നമ്മളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയാവുക എന്നാണ്. ഒരു നായിക ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഇപ്പൊ എന്നെ നോക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് ഒരുപാട് ഡയറക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും എന്നെ കാണുമ്പോ കൊച്ചുകുട്ടിയെ പോലെയാണെന്ന്. സോ അതെനിക്കൊരു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഡയറക്ടേഴ്സ് ശരിക്കും നോക്കാത്തോണ്ടാണെന്ന് പറയും. ഞാൻ എന്താ ഉദ്ദേശിച്ചേ? ഒന്നും ഉദ്ദേശിച്ചില്ല. But tell me, അങ്ങനെ പറയുന്നുണ്ട്. ഉണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്. യു ആർ സ്റ്റിൽ എ കിഡ് എന്നാണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റാൻ പറ്റുന്നില്ല. Are you still a kid? നോ. എനിക്ക് തോന്നുന്നു എന്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഞാൻ ഇതിൽ കൂടെ വളർന്നോണ്ടായിരിക്കാം എല്ലാവരും ഇപ്പോഴും അങ്ങനെ പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഹീറോയിൻ ശരിക്കും ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളിൽ ഒന്ന് എന്താണ്? ഡാർക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ഉള്ള പെൺകുട്ടികൾ മോസ്റ്റ് ഓഫ് ദം ആർ റെഡി ടു ഡു എനിത്തിങ്. എല്ലാം ചെയ്യാൻ റെഡി ആയിട്ട് വരുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അവര് കാരണം ബാക്കിയുള്ള നല്ല കുട്ടികൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. സനുഷ അങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ, അങ്ങനത്തെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർ, പ്രൊഡ്യൂസർ, whoever it is, ആക്ടർ, അവരുടെ കൂടെ വർക്ക് ചെയ്യാറുള്ളൂ. So that's Anusha with us on Star Jam. Ton. കണക്കിന് ഫൺ. ഹായ്, ഞാനാണ് സനുഷ, സ്റ്റാർ ജാമിൽ ഷാന്റെ കൂടെ. Well, choose one എന്ന റൗണ്ടിലേക്ക് പോവാണ്. ഞാൻ 2 ഫ്രേസസ് പറയും, അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. Are you ready? Yeah, I'm ready. Star Jam with RJ Sean. Sanusha is hot, Sanusha is beautiful. Sanusha is beautiful. You're not hot. I'm hot too. Sanusha തൊട്ടാൽ കൈപൊള്ളും. സനുഷയെ തൊട്ടാൽ ചിലപ്പോ പൊള്ളിയിരുന്നിരിക്കാം. അല്ല, what are you? I mean, you're soft, you're hard. I'm hard. സോഫ്റ്റ് ആവേണ്ട ആൾക്കാരുടെ അടുത്ത് I'm soft. You are a tree, you are a plant. I'm a tree. ചില കാര്യങ്ങൾക്ക് I'm still a plant. ഇപ്പൊ ഒരു എന്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ I'm still a plant. എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് മെച്ചൂർഡ് ആവാനുണ്ട്. Brilliant. അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ You are a മരം. Most wonderful feeling to be a wife, to be a mother. To be a mother. വൈഫിനേക്കാളും നല്ല ഫീലിംഗ് ആണ്. Of course. ഞാൻ പറഞ്ഞാലേ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഷാൻ പ്രഗ്നന്റ് ആയെന്ന് വിചാരിക്കും. നല്ല ഉദാഹരണം. എത്ര മാസം? 8 വെച്ചോ? 8 മാസം. അപ്പൊ ഷാൻ എന്തായിരിക്കും തോന്നുക? എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. Okay. Alright, so what do you think? I mean, to be a wife എന്ന് പറയുന്നത് നമുക്കൊരു നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടിയാൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ ഒരു സ്ത്രീ കംപ്ലീറ്റ് ആകുന്നത് ഒരു അമ്മ ആവുമ്പോൾ എന്നാണ് എന്റെ വിശ്വാസം. Good. രാഹുൽ ഗാന്ധി, നരേന്ദ്ര മോഡി, സെലക്ട് വൺ. ടാഡയോ? നല്ലത് എന്ന് ആരായാലും ഓക്കെ. അത് ആരായാലും നമുക്ക് എന്താ നല്ലത് കിട്ടിയാ പോരെ. ഞാനൊരു നാണയത്തൊട്ടാണ്, ഞാനൊരു കറൻസി നോട്ടാണ്. നാണയത്തൊട്ടാണ്. വൈ നാണയത്തൊട്ട്? ഇറ്റ്സ് വെരി റെയർ നൗ. കിട്ടാനില്ല. ചില്ലറ പൈസ കിട്ടാനില്ല. കണക്കിന് ഫൺ. Star Jam with RJ Sean. ഹായ്, ഞാനാണ് സനുഷ, സ്റ്റാർ ജാമിൽ ഷാന്റെ കൂടെ. Well, kissing a man, hugging a man. Both.
Choose one. See, hugging is different from kissing. അല്ലേ? വലിയ പഠനം. താങ്ക് യു. എനിക്ക് അറിയില്ലായിരുന്നു. ഹലോ, സെലക്ട് വൺ. ഷാനിനെ ഹഗ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ് അല്ലേ? ആര് ഹഗ് ചെയ്യുന്ന എന്ന അനുസരിച്ചിരിക്കും ഹഗ്ഗിങ് ആൻഡ് കിസ്സിങ്. ഞാൻ എൻ്റെ ബ്രദറിനെ എൻ്റെ അച്ഛനെയും കിസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഞാൻ മൈ ടു ബി എന്നെ കിസ് ചെയ്യാൻ പോകുന്നത്. മൈ ടു ബി. വെരി നൈസ്. ഞാനൊരു കമ്പ്യൂട്ടറാണ്, ഞാനൊരു കാൽക്കുലേറ്ററാണ്. കാൽക്കുലേറ്റർ Why? ഒരുപാട് കണക്കുകൂട്ടലുകൾ ചെയ്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള ആൻസർ മാത്രമേ എടുക്കാറുള്ളൂ. നൈസ്. I'll slap a man. I will ചൂടാവൽ a man. സ്ലാപ്പ് എ മാൻ. You will. Yeah. എപ്പോഴും തല്ലിയുണ്ടോ? ഉണ്ട്. തല്ലിയുണ്ടോ? ഒരുപാട് തല്ലിയിട്ടുണ്ട്. ബേബി സനൂഷ അത്രയ്ക്കൊക്കെ വളർന്നോ? ബേബി സനുഷ ആയിരിക്കുമ്പോഴായിരുന്നു തല്ലിയത്. സീരിയസ്ലി? ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് ദേഷ്യം വരാൻ വേണ്ടിട്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരു ലെവൽ വിട്ടിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഐ വുഡ്. ബട്ട് ബേബി സനുഷയായിട്ട് തല്ലാൻ മാത്രം എന്ത് റീസൺ? അത് എന്താ പറയാ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ നമ്മുടെ നാട്ടിലൊക്കെ എണേന്നൊക്കെ വിളിക്കാറുണ്ട്. എണേ എന്ന് വിളിക്കാറുണ്ട്. എണേ പോണേ വാണേ. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് എടി പൊടിയുടെ വേറൊരു വേർഷൻ ആയിരിക്കാം. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് ഞാനൊരു മൃഗമാണ്, ഞാനൊരു പക്ഷിയാണ്. പക്ഷിയാണ്. വാട്ട് കൈൻഡ് ഓഫ് പക്ഷി? തത്ത, കാക്ക, പരുന്ത്. ഐ ഒബ്സർവ് എവറിത്തിങ്. എനിക്ക് ഞാൻ എല്ലാം ഇപ്പോഴുള്ള ഒരു ഇതെന്താ പറഞ്ഞാൽ ഞാൻ എല്ലാം കാണുന്നുണ്ട്. I take the best. And that's Anusha with us. Great answers. എനിക്ക് വയ്യ. ആണല്ലേ? So that's Anusha with us on Star Jam. Ton കണക്കിന് fun. കണക്കിന് fun. കണക്കിന് fun. AK-47 part 2. Here we go. And actress Sanusha. A very beautiful girl with me. Thank you. Question number 1. സ്വന്തം കാരിയറിനെ ഒരു വാഹനത്തോട് ഉപമിക്കുകയാണെങ്കിൽ ഏത് വാഹനമായിരിക്കും അത്? ട്രെയിൻ പോരെ? വൈ ട്രെയിൻ? ചില സ്റ്റേഷനിൽ മാത്രമേ ഇടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അത് നിർത്താണ്ട് പോകും എന്നൊക്കെയുള്ള ഒരു തരം സ്വഭാവം ഉണ്ട് എനിക്ക്. അതായത് തോന്നുമ്പോ ഓടുന്ന അതെ, തോന്നിയ പോലെ ഓടുന്ന ട്രെയിനാണ്. നല്ല ട്രെയിൻ. താങ്ക് യു. എന്റെ സിനിമ ലൈഫിന് ഞാൻ ഒരു റോഡിനോട് ഉപമിക്കുകയാണെങ്കിൽ അത് എങ്ങനത്തെ റോഡായിരിക്കും? ഒരു ഇടവഴി, ഒരു NH, നാഷണൽ ഹൈവേ. ഭയങ്കര സ്പീഡാണോ പോകുന്നത്? കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമ ലൈഫിന്റെ കറന്റ് സ്റ്റേറ്റസ് ഒരു ഗിയറിനോട് ഉപമിക്കുകയാണെങ്കിൽ എത്രാമത്തെ ഗിയറിലെത്തി? ഫോർത്ത് ഗിയറിലെത്തി. ഫോർത്ത് ഗിയർ മീൻസ് ഹൈ സ്പീഡ് തുടങ്ങിയിരിക്കുന്നു. ഭയങ്കര കോൺഫിഡന്റ് ആണോ ദാറ്റ് യു ആർ ഓൺ എ വെരി ഗുഡ് ട്രാക്ക്? സംവാട്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല കോൺഫിഡൻസ് കിട്ടാറുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രീനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സോ അതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൊത്തമായിട്ട് പൊളിഞ്ഞു പോകാറുണ്ടെങ്കിലും സംടൈംസ് ഞാൻ കോൺഫിഡന്റ് ആവാറുണ്ട്. ഒരു ചെസ് ബോർഡ് ആണ് മലയാള സിനിമ എന്നുണ്ടെങ്കിൽ ഏത് കരുവാണ് സനുഷ? കുതിരയാവാം, ആനയാവാം. Queen. Why queen? She protects the king, അല്ലേ? അപ്പൊ കിങ് ആരാണ്? സിനിമ. മലയാളം സിനിമ is the king, she is the queen. എനിക്ക് വയ്യ. ഇത് ക്ലബ് FM Star Jam ടൺ കണക്കിന് fun. Star Jam with RJ Sean. Say yes or no. ഈ പറയുന്ന കാര്യങ്ങൾക്ക് just say yes അല്ലെങ്കിൽ no and why. കേട്ടോ? നായികമാർ പൊക്കം കൂടിയ ചെരുപ്പിടുന്നു. നായികമാർ പൊക്കം കൂടാൻ വേണ്ടി ചെരുപ്പിട്ട് നടക്കുന്നു. എനിക്കതിൽ താല്പര്യമില്ല. നോ, ഐ മീൻ യെസ്. Do you do it? I don't do it. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തരക്കേടില്ലാത്ത ഒരു ഹൈറ്റ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. What's your height? 5'6", കുറച്ച് കുറവുണ്ട്. എനിക്ക് നമ്പർ 1 ഹീറോയിൻ ആവണം. യെസ് ഓർ നോ? യെസ്. എപ്പോഴാണ് ഒരാൾ നമ്പർ 1 ആയി എന്ന് പറയാം? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ, ഐഡന്റിറ്റി തരുന്ന കഥാപാത്രങ്ങൾ, അത് കിട്ടുമ്പോഴാണ് നമ്പർ 1 ആകുക എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ സനുഷയുടെ ഇപ്പോഴത്തെ റാങ്ക് എത്ര? എനിക്ക് അത് പറയാൻ പറ്റില്ല. ഓൺ സ്ക്രീൻ ഫ്രഞ്ച് കിസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. ഓഫ് സ്ക്രീൻ ഫ്രഞ്ച് കിസ് ചെയ്യാൻ പറഞ്ഞാൽ? ഓൺ സ്ക്രീൻ ഫ്രഞ്ച് കിസ് ചെയ്യാൻ പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞു. No, I won't do it. I don't like it. ഇന്റിമേറ്റ് സീൻസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. See, I have done it, ചെയ്തിട്ടുണ്ട് ഇന്റിമേറ്റ് സീൻസ്. ആ ഒരു ലെവലിലൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ഫഹദ് ഫാസിലിന്റെ ഹീറോയിൻ ആവണം. യെസ് ഓർ നോ? Yeah, of course. എല്ലാവരുടെയും ഹീറോയിൻ ആവണം. എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ മകൻ ഒന്ന് സിനിമയിലേക്ക് വരണമെന്നുണ്ട്. Okay, I'll give you 3 chances. I'll give you 3 options. ദുൽഖർ, ഫഹദ് ഫാസിൽ, പ്രണവ് മോഹൻലാൽ. ഹീറോയിൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇതുവരെ വന്നിട്ടില്ല. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ നോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനോടൊക്കെയാണ്? ഗ്ലാമർ, വൾഗാരിറ്റി ഗ്ലാമർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ കാണ്ട് എക്സ്പോസ് മൈസെൽഫ്. അങ്ങനെ പറഞ്ഞു വരാറുണ്ടോ? ഉണ്ട്. എന്താ പറയാ? പറ്റില്ല എന്ന് പറയും. അല്ലല്ല, അവർ ഇങ്ങോട്ട് എന്താ ചോദിക്കും? അവരങ്ങോട്ടേക്ക് പറഞ്ഞു വരും, ലൈക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, കുറച്ചൊക്കെ ഡ്രസ്സിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഐ കാൻ ഡു ഇറ്റ്. ഈ അങ്ങനെ ഇങ്ങനെ ഏതുവരെയൊക്കെ പോകും? അങ്ങനെ ഇങ്ങനെ വയറ്, കാല്, നെക്ക്, ഇതൊന്നും കാണരുത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ വേറെയും കുറെ പറഞ്ഞിട്ടുണ്ട്. കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. So that's Anusha with us on Star Jam. Ton. കണക്കിന് fun. Star Jam with RJ
RJ Sean. സനൂഷയ്ക്ക് ഞാൻ ഇപ്പൊ 3 കാർഡ്സ് തരാൻ പോവാണ്. 3 ക്ലബ് FM കാർഡ്സ് തരാൻ പോവാണ്. ഓക്കെ, ഈ 3 കാർഡ്സിലും 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 3 ക്വസ്റ്റ്യൻസും സനൂഷ വായിക്കണം. ഞാൻ വായിക്കണം. ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, 3 ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? Up to you. So 3 cards. Card number 1. ക്വസ്റ്റ്യൻ ഇതാണ്: ഭാവിയിൽ സനുഷ ഗർഭിണി ആയിരിക്കുമ്പോൾ ബ്ലെസ്സി കളിമണ്ണ് 2 എന്ന ചിത്രത്തിൽ നായികയായി വിളിച്ചാൽ. ആഹാ. ഞാൻ ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂപ്പർ സ്റ്റാറിന്റെ മകളായി അഭിനയിച്ചു. അതേ സൂപ്പർ സ്റ്റാറിന്റെ ഹീറോയിൻ ആകാൻ ചാൻസ് കിട്ടിയാൽ. Okay. ആൻഡ് ദ തേർഡ് വൺ: മഞ്ജു വാര്യരോളം ഇമ്പാക്ട് ഉള്ള ഒരു നടിയാവാൻ സനുഷയ്ക്ക് സാധിക്കുമോ? 3 questions. 3 questions. ഇതിൽ 2 questions മൈനസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ സൂപ്പർ സ്റ്റാറിന്റെ നായികയാവാന്നുള്ളത്. അവര് ഒരു ഇപ്പൊ സൂപ്പർ സ്റ്റാർ ലാലേട്ടനും മമ്മൂക്കും. വെയിറ്റ് ആദ്യം ഏത് ക്വസ്റ്റ്യൻ എടുക്കുന്നത് പറയും. ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻ കളിമണ്ണ് 2 ആയിരിക്കാം. That's your question. മഞ്ജു വാര്യർ 2. അല്ലല്ല, what's your question? ഇല്ല. Okay, answer everything. Go. ബ്ലെസ്സി കളിമണ്ണ് 2 എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗർഭിണിയായിരിക്കുന്ന സനൂഷയെ വിളിക്കുകയാണ്. ഞാൻ ചെയ്യില്ല. എന്റെ പ്രൈവറ്റ് ലൈഫ് മാത്രമായിരിക്കണം. അത് ഒരിക്കലും ഞാൻ തുറന്നു കാട്ടാൻ പറ്റാത്തതൊന്നും ഞാൻ തുറന്നു കാണിക്കില്ല. Question number 2. സൂപ്പർ സ്റ്റാറിന്റെ മകളായി അഭിനയിച്ചു. സൂപ്പർ സ്റ്റാറിന്റെ ഹീറോയിൻ ആകാൻ ചാൻസ് കിട്ടിയ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാനൊരു സിനിമ എടുക്കുമ്പോൾ എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റിന് അത് വാലിഡ് ആയിട്ടുള്ളതാണോ, അവർക്ക് അവർക്ക് പറ്റുന്നതാണോ നോക്കിയിട്ടല്ലേ നമ്മൾ എന്തായാലും എടുക്കുള്ളൂ. അപ്പൊ ഓഫ് കോഴ്സ് ലാലേട്ടനും മമ്മൂക്കൊക്കെ അത് നോക്കിയിട്ടല്ലേ എന്നെ വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ ഇസ്: മഞ്ജു വാര്യരോളം ഇമ്പാക്ട് ഉള്ള ഒരു നടിയാവാൻ സനുഷയ്ക്ക് സാധിക്കുമോ? മഞ്ജു ചേച്ചി ഇസ് ഓൾവേസ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയെ ആക്സെപ്റ്റ് ചെയ്ത പോലെ എന്നല്ല, മഞ്ജു ചേച്ചിയെ ആക്സെപ്റ്റ് ചെയ്തതിനേക്കാളും എന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു അത്യാഗ്രഹം എനിക്കുണ്ട്. അത്തരം ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. താങ്ക് യു. സനൂഷ ഒന്നും തുറന്ന് കാണിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ സ്വന്തം മനസ്സ് തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. That's Anusha with us on Star Jam. 10 കണക്കിന് ഫൺ. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ആക്ട്രസ് അനൂഷ എന്റെ കൂടെ ഉണ്ട്. ദ ബ്യൂട്ടിഫുൾ യങ് ഗേൾ. 10 questions. ഇത് ഒരുപാട് തവണ പറഞ്ഞു. 10 questions. Say true or false and why. മലയാള സിനിമയിൽ ഇഡിയറ്റ്സ് ഉണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോ ഒരാള് പേര് പറയണ്ട, എന്നാലും അല്ല, പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ എങ്ങനത്തെ ആൾക്കാരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇല്ല, ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്ങനത്തെ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവണ്ട. ഇഡിയറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഡിയറ്റ്സ് മീൻസ് ഇഡിയറ്റ്. നമുക്കൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രി. അവരൊക്കെ ഇഡിയറ്റ്സ് ആണ്. ഞാനും ഭാവിയിൽ ഒരു NRIനെ തപ്പി കണ്ടുപിടിച്ച് കല്യാണം കഴിക്കും. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും. അത് NRI ആയാലും ഇവിടെയുള്ള നാട്ടുമ്പുറത്തുകാരനായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കേട്ടു. ഈ ഗർഭിണി, പ്രസവം, ഇത്തരം വാക്കുകളൊക്കെ അടുത്ത കാലത്ത് മലയാളം ഒരുപാട് അനാവശ്യമായി ചർച്ച ചെയ്തു. ട്രൂ ഓർ ഫാൾസ്? ഗർഭിണികളുടെ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അധികം പറയാൻ പറ്റില്ല. സ്റ്റിൽ എനിക്കൊന്ന് ഒരുപാട് വലിച്ചഴച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഗർഭിണികൾ, പ്രസവം ടൂ മച്ച് ആയെന്ന് തോന്നുന്നല്ലേ? ടൂ മച്ച് ഓഫ് എക്സ്പോഷർ, അനാവശ്യമായിട്ടുള്ള. സക്രയുടെ ഗർഭിണികളിലൂടെ വിചാരിക്കുന്ന എന്താണ്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കുറച്ചായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ. അത് എന്താണെന്ന് ഫുൾ ആയിട്ട് നമുക്കറിയാം. ഓൺ സിനിമ ഇസ് ഫൈൻ. അല്ല, ഇത് അനാവശ്യമായിട്ട് ടോക്ക് ഷോസിൽ ഇതൊരു ടോപ്പിക്കായിട്ട് മാറുക ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാലത്ത് എല്ലാ ചാനൽ തുറന്നാലും അല്ലെങ്കിൽ എല്ലാ മാഗസിൻസ് എടുത്താലും ഇറ്റ് വാസ് ജസ്റ്റ് ദിസ്, ഗർഭിണികൾ ആൻഡ് പ്രസവം. ആസ്വദിച്ചിരുന്നു അത്? അങ്ങനെ ആസ്വദിച്ചിരുന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് ബോദർ ഇറ്റ്. കുട്ടിയായിരുന്നപ്പോഴേ എനിക്ക് ഹീറോയിൻ ആവാനായിരുന്നു ആശ. കുട്ടിയായിരുന്നപ്പോ എനിക്ക് പഠിച്ച് ഡോക്ടർ ആവണമെന്നായിരുന്നു ആശ. എന്നിട്ടാണോ ബേബി സനൂഷ എന്ന യങ് ഹീറോയിൻ ആയത്? ഡെസ്റ്റിനി. So that's Anusha with us on Star Jam. 10 കണക്കിന് ഫൺ. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ആക്ട്രസ് അനൂഷ എന്റെ കൂടെ ഉണ്ട്. Say true or false and why. Okay. ഹീറോ ആരാണ് എന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ആ സിനിമയിൽ ഹീറോയിൻ ആവുകയുള്ളൂ. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഞാൻ ഹീറോ നോക്കാണ്ട് ചെയ്ത സിനിമകളും ഉണ്ട്. നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മേ ബി സ്ക്രിപ്റ്റിലുള്ള കുറച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്ക്രിപ്റ്റ് ആയതുകൊണ്ടായിരിക്കും. നല്ലൊരു ഹീറോ ആണെങ്കിൽ എന്നാ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇല്ല, അങ്ങനെയും വിചാരിച്ചിട്ടില്ല. പല നടന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നായകൻ ആരാന്ന് അറിഞ്ഞിട്ട് പ്രോജക്ട് റിജക്ട് ചെയ്യാറുണ്ടെന്ന്. ഞാൻ നോക്കാറുണ്ട്. എനിക്കറിയുന്ന കുറച്ച് പേര് നോക്കാറുണ്ട്. സിനിമയുടെ കഥ എന്താണ്, സ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നത് ചില ഡയറക്ടേഴ്സ് എങ്കിലും തെറ്റായിട്ട് കാണാറുണ്ട്. ഉണ്ട്. അഹങ്കാരമാണെന്ന് കാണാറുണ്ട്. സനൂഷയ്ക്ക് അഹങ്കാരമാണെന്ന് പറയാറുണ്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് എന്തിന്റെ സൂക്കേടാ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയും. സ്ക്രിപ്റ്റ് ചോദിക്കുന്നത് തെറ്റാണെന്നല്ല. നമ്മളൊരു ഐഡന്റിറ്റി ഉള്ള ഒരു ആളെടുത്ത്, അത് ആരും ആയിക്കോട്ടെ, ഒരു നല്ല സിനിമ ചെയ്ത ആളായിരിക്കാം. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോ ഈഗോ വരാറുണ്ട്. കാരണം ഇത്രയും കൊച്ചു കുട്ടിയായിരിക്കുന്ന ഇവൾ ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഈഗോ ഉണ്ടായിട്ടുണ്ട് പലർക്കും. റിയൽ
ലൈഫിൽ എനിക്ക് ഗർഭിണിയാവാൻ ആശ തോന്നുന്നു. ട്രൂ ഓർ ഫാൾസ്? നോ, ടൈം ആയിട്ടില്ല. എനിക്ക് ആദ്യം ഒരു രാജകുമാരനെ കണ്ടുപിടിക്കണം, പ്രേമിക്കണം. രാജകുമാരൻ കമ്മിങ് ഓൺ BMW. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ വന്ന് ഇറങ്ങും. അങ്ങനെ രാജകുമാരെ തപ്പിക്കൊണ്ട് നടക്കുന്നൊന്നുമില്ല, വന്നാൽ കേറി പ്രേമിക്കും. ഏത് ഇന്റർവ്യൂ ആയാലും ഞാൻ പലതും മറച്ചു വെക്കാറുണ്ട്. ഉണ്ട്. എന്തിന്? ബിക്കോസ് ദ സൊസൈറ്റി, നമ്മൾ കുറെ പേരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം. എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനും പറ്റില്ല. ഒരു മൂവി ആർട്ടിസ്റ്റിന് ഒരു ഇന്റർവ്യൂല് തുറന്നു പറയാതിരിക്കാൻ ഞാൻ ഇത് പറയില്ല. തുറന്ന പുസ്തകം ആവണോ ഒരു ആക്ടർ? നമ്മൾ എത്രത്തോളം നമ്മൾ തുറന്ന പുസ്തകമാണെങ്കിലും നമ്മളുടെ ലൈഫിൽ സീക്രറ്റ്സ് ഉണ്ടാവും, ഇല്ലേ? അത് ആരും ആയിക്കോട്ടെ. ഐ തിങ്ക് സോ. ഞാൻ ഭയങ്കര ഓപ്പൺ ബുക്കാണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരുപാട് സീക്രറ്റ്സ് എന്റെ ലൈഫിലുണ്ട്. Okay, so ഞാൻ പറയില്ല. So that's Anusha with us on Star Jam. Done. കണക്കിന് fun. Star Jam with RJ Sean. സനുഷ എന്ന ഹീറോയിനാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഓൺ സ്റ്റാർ ജാം 3 hours. We had fun. And സനുഷ, ഞാൻ ഇനി 3 കാര്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഡിഫൈൻ പെണ്ണ്. Most beautiful, amazing creature on earth. പെണ്ണാണോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ? നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ സഹിക്കാറുണ്ട്, ഇല്ലേ? ഡിഫൈൻ ഒരു ഗർഭിണി. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ ഒരു അമ്മയാവുക എന്നുള്ളതാണ്. ഡിഫൈൻ സനുഷ. പാവാണ്. വാട്ട് ഐ ആം. എനിക്ക് അധികം ആരെയും ഹേർട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. അറ്റ് ടൈംസ് ഐ എം റൂഡ്, arrogant, എല്ലാം വേണമെങ്കിൽ പറയാം. ടെൽ മീ വൺ തിങ്. സനുഷ ഭയങ്കര ബോൾഡ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ ഭയങ്കര അറഗന്റ് ആണ്. ഇടയ്ക്ക് മുഖത്ത് നോക്കി പറയേണ്ടത് പറയും. എപ്പോഴും പറയും. ഇതൊന്നും അല്ലാത്തൊരു സനുഷ എന്താണ്? ഐ തിങ്ക് ഇതൊന്നും അല്ല സനുഷ. സനുഷ ഭയങ്കര അഭിനയമാണെന്ന് കേട്ടപ്പോ തോന്നി. സത്യം. ഐ തിങ്ക് ഇതൊന്നും അല്ല സനുഷ. ഒരുപാട് അഭിനയിക്കാറുണ്ട്. ജീവിതം തന്നെ ഒരു നാടകമാണ്. Lady Shakespeare with me. Her name is Sanusha. 3 hours of fun and entertainment. 3 hours of Star Jam. What do you feel? I feel wow. How was Star Jam? It was really fun. It was really good. എനിക്ക് ഇഷ്ടമായി. കുറെ സ്ഥലത്ത് പറയാത്ത പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പേടിയും ഉണ്ട്, ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് എന്തൊക്കെ നേരിടേണ്ടി വരും. Alright, so that's Sanusha with us and I had a fun time. So Sanusha, പറയൂ, ടൺ കണക്കിന് ഫൺ. ടൺ കണക്കിന് ഫൺ. സ്റ്റാർ ജാം ഇപ്പോൾ കപ്പ ടിവിയിലും ഉണ്ടെന്ന് അറിയാലോ. കപ്പ ടിവിയിൽ സൺഡേ രാത്രി 9 മണിക്ക് ഈ ആഴ്ച സ്റ്റാർ ജാം വിത്ത് രജിത് മേനൻ. ഇനി മുതൽ കപ്പ ടിവിയിൽ സ്റ്റാർ ജാം കാണൂ, ക്ലബ് FM-ൽ സ്റ്റാർ ജാം കേൾക്കൂ.